അപ്പോൾ അങ്ങനെ രാവിലെ കുഞ്ഞ് സ്കൂളിൽ പോയി കഴിയുമ്പോൾ തൊട്ട് എൻ്റെ അംഗം വിട്ട് തുടങ്ങുവാണ്. ഞാൻ 2026 എടുത്തൊരു തീരുമാനമാണ് ഏറെ വെള്ളം കുടിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം ഒരു 2.5 ലിറ്റർ വെള്ളമൊക്കെ ഡെയിലി കുടിക്കാറുണ്ട്. അത് ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. പിന്നെ രാമായണ മാസമല്ലേ, കുറച്ച് നേരം രാമായണം വായിക്കാമെന്ന് കരുതി. അപ്പോൾ ചെറിയ ആൾ ഉറക്കമാണ്, ആ സമയത്താണ് ഇരുന്ന് വായിക്കുന്നത്. അല്ലേ പുള്ളി എഴുന്നേറ്റ് ഒന്നും സമ്മതിക്കില്ല. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് രാമായണമൊക്കെ വായിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും ആൾ എഴുന്നേറ്റ് വന്നു. പിന്നെ ആളെ എടുത്ത് ഞാൻ ശുശ്രൂഷിപ്പിക്കാൻ വെളിയിൽ കൊണ്ടുപോവുക. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വീഡിയോ കണ്ടപ്പോൾ ഒന്ന് ടാറ്റ കുടിപ്പിച്ച് പുള്ളി അങ്ങ് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ടാറ്റയൊക്കെ തന്നു. പിന്നെ ഞങ്ങൾ വെളിയിൽ പോയി ശൂശി വെച്ചിട്ട് രാവിലെ കൊണ്ട് പുള്ളി ഒരു ഉറക്കം കഴിയും. പിന്നെ എഴുന്നേറ്റ് 10 മണിയൊക്കെ എഴുന്നേറ്റ് വന്നപ്പോൾ അപ്പോൾ ഉപ്പുമാവ് കൊടുത്തു. ഇതിപ്പോൾ ഞങ്ങളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് 4 മണിക്കത്തേക്കുള്ള ഐറ്റം ഉണ്ടാക്കുക. ഇത് കുറുക്ക് റെഡിയാക്കി വെക്കുക. ഞാൻ പുള്ളി പുള്ളി എഴുന്നേറ്റിട്ടില്ല. മൂത്ത ആൾക്ക് വേണ്ടിയിട്ടുള്ള അവിൽ മിൽക്ക് റെഡിയാക്കി വെക്കുക. ആൾ വരുമ്പോഴത്തേക്കിന് എല്ലാം റെഡിയാണെങ്കിൽ പെട്ടെന്ന് കഴിച്ചോളും. പിന്നെ അന്നേരപ്പം ഉണ്ടാക്കാൻ ടൈമൊന്നും കാണില്ല. അവലാണ്, ഞങ്ങളുടെ അവിൽ തീരാറായി. പിന്നെ ഇത് ഡ്രൈ ഫ്രൂട്ട്സ്, ഇത് ഫ്രൂട്ട്സ്, മാങ്ങയും പേരയ്ക്കയും എല്ലാം ഉണ്ട്. പിന്നെ കഷ്കശ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു, അതായത് ഇനി എല്ലാം കൂടെ ആൾ വരുമ്പോഴത്തേനും എടുത്ത് മിക്സ് ചെയ്താൽ മതി. കഷ്കശ ഞാൻ 1/2 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടതാണ്. 4:30 ആകുമ്പോഴത്തേനും ആൾ വരും, അപ്പോഴത്തേനും കൊടുക്കുക. ഇത് 3 in 1 ടീ ആണേ. ഞാൻ മാത്രമേ ഇപ്പോൾ വീട്ടിൽ ചായ കുടിക്കുന്നുള്ളൂ. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ മാത്രമേ കുടിക്കാനുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പാക്കറ്റ്, ഒരു 5-8 പാക്കറ്റ് മേടിച്ച് വെച്ചാൽ അതിൻ്റെ ഒരു ഹാഫ് എടുത്തിട്ട് ഞാനൊരു 1/2 ഗ്ലാസ് ചായ കുടിക്കാറുള്ളൂ. അല്ലെങ്കിൽ കുടിച്ചില്ല എനിക്ക് തലവേദന എടുക്കും. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് എടുത്ത് ഞാൻ വെള്ളം ചൂടാക്കും. അത് അതിനകത്ത് പാലും തേയിലയും എല്ലാം ഉണ്ടാവും, മധുരവും ഉണ്ടാവും. നമ്മൾ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. വെള്ളം തിളപ്പിച്ച് അതിനകത്ത് ഒഴിച്ചു. അങ്ങനെ എൻ്റെ ചായ റെഡി. വളരെ ഈസി ആയിട്ട് ചായയും വെച്ച് കഴിഞ്ഞു. കണ്ടോ, അങ്ങനെ എൻ്റെ ചായ റെഡിയായി. നിങ്ങൾ ചായ കുടിച്ചോ? അപ്പം ഞാനും ചായ കുടിക്കട്ടെ. ബൈ.